ലോകപ്രസിദ്ധ നോർവീജിയൻ നാടകകൃത്തായ ഹെൻറിക് ഇബ്സൺ 1881 രചിച്ച നാടകമാണ് ഭൂതങ്ങൾ. ഡാനിഷ് ഭാഷയിലാണ് അദ്ദേഹം ഈ നാടകം എഴുതിയത്. തുടക്കകാലത്ത് ഒരുപാട് എതിരായിട്ടുള്ള വിമർശനങ്ങളാണ് ഈ നാടകം നേരിട്ടത്. എങ്കിലും പിന്നീട് ഇത് കുറേശ്ശെ അവതരിപ്പിച്ച് പ്രചരിച്ചതോടുകൂടി അതിൻ്റെ സാമൂഹ്യ പരിവർത്തനപരമായിട്ടുള്ള പ്രാധാന്യം സാധാരണ ആസ്വാദകരും വിമർശകരും മനസ്സിലാക്കുകയും ഇതിന് വമ്പിച്ച പ്രചാരം ലഭിക്കുകയും ചെയ്തു. 19-ാം നൂറ്റാണ്ടിലെ യൂറോപ്യൻ സദാചാരത്തിൻ്റെ പല മുഖംമൂടികളെയും വലിച്ചു കീറുന്ന കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളുമാണ് ഈ നാടകത്തിലുള്ളത്. ഓസ്വാൾഡ് എന്ന് പറയുന്ന ഒരു യുവ കലാകാരനാണ് ഈ നാടകത്തിലെ കേന്ദ്രബിന്ദു. അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നും പകർന്ന് കിട്ടിയ ഒരു മാരകരോഗം, ആ മാരകരോഗം അദ്ദേഹത്തിൻ്റെ തലച്ചോറിനെയും മനസ്സിനെയൊക്കെ ബാധിച്ചൊരവസ്ഥയിൽ അദ്ദേഹം തൻ്റെ ചിത്രകാരൻ എന്നതിലുള്ള കരിയർ അവസാനിപ്പിക്കേണ്ടി വന്നതിൻ്റെ വ്യഥയിൽ കുടുംബത്തിലേക്ക് തിരിച്ചു വരികയാണ്. കുടുംബത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ കുടുംബാംഗങ്ങളുമായും ആ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് വ്യക്തികളുമായി ഉണ്ടാകുന്ന ചില സംഘർഷങ്ങൾ, ആ മറ്റ് വ്യക്തികൾക്കിടയിലുള്ള മറ്റു ചില ആന്തരിക സംഘർഷങ്ങൾ, കുടുംബ സംഘർഷങ്ങൾ, ഇതിൻ്റെ എല്ലാം മർമ്മം കിടക്കുന്നത് കപടമായ സദാചാര ബോധത്തിലാണ്, സ്ത്രീകളുടെ അസ്വാതന്ത്ര്യത്തിലാണ്. ഈ പ്രധാനപ്പെട്ട ഈ രണ്ട് വിഷയങ്ങളിലും ഉന്നിക്കൊണ്ട് ഇതിലുള്ള കാപട്യങ്ങളെ തുറന്നു കാണിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി എഴുതിയ നാടകമാണത്. മഹത്തായ ഈ നാടകത്തിന് മലയാളത്തിൽ മുൻപും തർജ്ജമകൾ വന്നിട്ടുണ്ട്. പ്രൊഫസർ കൃഷ്ണപിള്ള, CJ തോമസ് തുടങ്ങിയ പ്രഗത്ഭർ ഇതിനെ വിവർത്തനം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ പുസ്തകത്തോടുള്ള വലിയൊരു അഭിനിവേശം ബിരുദ പഠനകാലത്ത് ഉണ്ടായതിൻ്റെ ഫലമായി ഇതിൻ്റെ ആസ്വാദനത്തിൻ്റെ ഒരു ഉയർന്ന തലം എന്ന തരത്തിലാണ് ഇതൊന്ന് വിവർത്തനം ചെയ്യാം എന്ന് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ രണ്ടാം വർഷം BSc പഠിക്കുന്ന കാലത്ത് ഒരു ഒഴിവു സമയ വിനോദ നിലയിൽ ഇതിൻ്റെ വിവർത്തനം ഞാൻ തുടങ്ങി. അത് 1-2 വർഷങ്ങൾ കൊണ്ട് സാവകാശം പൂർത്തിയാക്കി ചെയ്തു. പിന്നീട് 92 ഞാൻ വിവർത്തനം ഒരു ജീവിതമാർഗമായി സ്വീകരിച്ച ആ ഒരു തുടക്ക കാലഘട്ടത്തിൽ കൽക്കട്ടയിലെ വിശ്വഭാരതി സർവകലാശാലയിൽ വിവർത്തനമായിട്ട് ബന്ധപ്പെട്ട ഒരു 3 മാസത്തെ ഒരു പഠനക്കളരി ആഗോളതലത്തിൽ നടത്തുകയുണ്ടായി. അതിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇബ്സന്റെ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം വിവർത്തനാണ്, ഇംഗ്ലീഷിലേക്കും ജർമ്മൻ ഭാഷയിലേക്കും വിവർത്തനം ചെയ്യും. അദ്ദേഹത്തിൻ്റെ പിതാവും ഒരു വിവർത്തകനായിരുന്നു, ജർമ്മൻ ഭാഷാ പണ്ഡിതനായിരുന്നു. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള സൗഹൃദത്തിൽ ഞാൻ ചെയ്ത ഈ വിവർത്തനത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ താല്പര്യം തോന്നി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വിവർത്തനത്തിൽ ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ സൂക്ഷ്മമായ ചില തെറ്റുകൾ വന്നിട്ടുണ്ട്. ആ തെറ്റുകൾ തിരുത്തി നല്ലൊരു വിവർത്തനം കൊണ്ടുവരിക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കൂടി ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം കൂടി പറഞ്ഞു, എൻ്റെ ഒരു വിവർത്തനം ഒന്ന് മെച്ചപ്പെടുത്തി തന്നാൽ നന്നായിരിക്കും. അങ്ങനെ ഞാൻ ചെയ്ത മലയാളം വിവർത്തനത്തിൻ്റെ മനസ്ക്രിപ്റ്റും ഞാൻ ഉപയോഗിച്ച ഇംഗ്ലീഷ് പുസ്തകം വെച്ചുകൊണ്ട്, അദ്ദേഹത്തിന് മലയാളം അറിയില്ലല്ലോ, അപ്പോൾ ഞങ്ങൾ സായാഹ്നങ്ങളിലിരുന്ന് ഞാൻ മലയാളത്തിൽ എന്തെഴുതിയോ അതിൻ്റെ ആശയം വിശദീകരിച്ചു കൊടുക്കുകയും ഒറിജിനലിൽ അതുമായിട്ട് വരുന്ന ചില വ്യത്യാസങ്ങൾ, വിശേഷിച്ചും ഈ നാടകം നടക്കുന്ന ഒരു അന്തരീക്ഷം വളരെ ഗ്ലൂമിയായിട്ടുള്ള അന്തരീക്ഷമാണ്, പ്രകാശം ഇല്ലാത്ത ഒരു അന്തരീക്ഷം, ചെറിയൊരു ചാറ്റൽ മഴയുള്ള അന്തരീക്ഷം, മൂടൽ മഞ്ഞുള്ള അന്തരീക്ഷം, ഒരു സൂര്യപ്രകാശം വേണ്ടത്ര ഇല്ലാത്തൊരു ഗ്ലൂമി ആയിട്ടുള്ള അന്തരീക്ഷമാണ്. അത് കഥാപാത്രങ്ങളുടെ മനസ്സിലും അത് തന്നെയാണ്. അപ്പം ആ ഒരു അന്തരീക്ഷം വാക്കുകളിലൂടെ വരണം. ഇബ്സൺ അത് വരുത്തിയിരുന്നു, അത് വരണം. ആ വരുത്താൻ വേണ്ടി ചില മാറ്റങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു.
കൂടാതെ ചില ചെറിയ വ്യത്യാസങ്ങൾ. അങ്ങനെ ഈ ഒരു 3 മാസത്തിൽ 2 മാസവും സായാഹ്നങ്ങൾ ഞങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിക്കുകയും ഈ വിവർത്തനം പരമാവധി കുറ്റമറ്റാക്കുകയും ചെയ്തു. അത് 1993 ഇത് പ്രസിദ്ധീകരിച്ചു. മികച്ച വിൽപ്പന നേടുകയുണ്ടായൊരു പുസ്തകമാണിത്. ഇത് ഇപ്പോൾ ഔട്ട് ഓഫ് പ്രിൻ്റാണ്. ഇബ്സന്റെ ഭൂതങ്ങൾ എന്ന നാടകത്തിൻ്റെ ഒരു വിവർത്തനം ഇപ്പോൾ മലയാളത്തിൽ ലഭ്യമല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ ഒരു പുസ്തകം പുനഃപ്രസിദ്ധീകരിക്കുകയാണ്. ഈ പുനഃപ്രസിദ്ധീകരണം ഏറ്റെടുത്തിട്ടുള്ളത് കോഴിക്കോടുള്ള ട്വിങ്കിൾ ബുക്സ് ആണ്. ട്വിങ്കിൾ ബുക്സ് ഈ ഒരു പ്രയത്നത്തിലൂടെ മലയാള സാഹിത്യത്തിന് പുതിയ തലമുറയിൽപ്പെട്ട സാഹിത്യാസ്വാദകർക്ക്, നാടകാസ്വാദകർക്ക് ഒക്കെ വലിയൊരു സേവനമാണ് ചെയ്തിരിക്കുന്നത്. ഈ പുസ്തകം കൂടുതൽ വായനക്കാരിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു.